നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ വീടുകൾക്ക് താഴെ മണ്ണിനടിയിൽ ഒരു ഭൂഗർഭ നഗരം ഉണ്ടായാലോ? ചരിത്രത്താളുകളിൽ ഭൂമിക്കടിയിലെ നഗരങ്ങൾ പുതുമയുള്ള കാര്യമല്ല. പുരാതന കാലം മുതലേ മനുഷ്യർ ശത്രുക്കളിൽ നിന്ന് അഭയം തേടാനും ഭൂഗർഭ ഒളിസങ്കേതങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പലതും ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്താമെങ്കിലും വിസ്മയിപ്പിക്കുന്നത് തുർക്കിയിലെ ഡെറിൻക്യൂ ഭൂഗർഭ നഗരമാണ്. 1963 ഇവിടുത്തെ ഒരു താമസക്കാരൻ തന്റെ ഭിത്തിയുടെ മറുഭാഗത്ത് വളരെ ആകസ്മികമായി ഒരു തുരങ്കം കണ്ടെത്തുന്നതോടെയാണ് ഡെറിൻക്യൂവിന്റെ രണ്ടാമത്തെ ചരിത്രം തുടങ്ങുന്നത്. AD 780 1180 ഇടയിലുള്ള അറബ് ബസൈന്റിൻ യുദ്ധകാലത്ത് അറബികളിൽ നിന്ന് രക്ഷ നേടാൻ നിർമ്മിച്ചതാണ് ഡെറിൻക്യൂ ഭൂഗർഭ നഗരം. മൾട്ടി ലെവൽ നഗരമാണ് ഇത്. ഭൂമിയിൽ നിന്നും 250 അടി താഴെയാണ് ഈ അത്ഭുത നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 18 നിലകളാണ് ഈ അത്ഭുത നഗരത്തിനുള്ളത്. മനുഷ്യർക്കും ഇതിനുള്ളിലെ മൃഗങ്ങൾക്കും ഭൂമിക്ക് മുകളിലേക്ക് വരാതെ വർഷങ്ങളോളം താമസിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് പോകുവാനുള്ള തുരങ്കങ്ങൾ, കിണറുകൾ, മീറ്റിംഗ് റൂമുകൾ, കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഇടങ്ങൾ, ചാപ്പലുകൾ, ശേഖരണ മുറികൾ, കന്നുകാലികളെ സുരക്ഷിതമാക്കുന്നതിനുള്ള ഇടം, വൈനും എണ്ണയും ശേഖരിച്ചു വയ്ക്കുന്ന ഇടം എന്നിങ്ങനെ അമ്പരപ്പിക്കുന്ന പ്രത്യേകതകൾ നിരവധിയുണ്ട് ഡെറിൻക്യൂവിന്. 20,000-ഓളം പേർക്ക് ഒരേ സമയം ഇവിടെ കഴിയാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള സംഭരണശാലകൾ, ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനുള്ള ആഴത്തിലുള്ള കിണറുകൾ, ശുദ്ധവായു കടക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. ചെറിയ തുരങ്കങ്ങൾ വഴി മാത്രമേ ഇതിലേക്ക് കടക്കുവാൻ സാധിക്കൂ. അതുതന്നെ ഇവിടം കൈയടക്കുവാനെത്തുന്ന ശത്രുക്കളെ ലക്ഷ്യം വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി ഇവിടെ തുരങ്കത്തിൽ പ്രത്യേകം ഫാമിലി റൂമുകളും ഉണ്ടായിരുന്നു. ഇതിനെ മറ്റു തുരങ്കങ്ങൾ വഴി മറ്റിടങ്ങളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. 1963 ഡെറിൻക്യൂ നഗരം കണ്ടെത്തുന്നത്. പിന്നീട് 1969 ഇത് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.